പുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ല. നിങ്ങൾ തന്നെയല്ലേ മീഡിയക്കാര് അല്ലേ? നിങ്ങൾക്കത് ചെയ്യാമല്ലോ. പിന്നെ ചോദ്യം മനസ്സിലായി. അപ്പൊ ഇത് ഒരു 100 കേസസിൽ ഒരു കേസ് ആവില്ലേ? അപ്പൊ നമ്മൾ ബാക്കിയുള്ള 99 കേസസിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അയ്യോ അത് ശരിയാണ്, അതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ക്ലാരിറ്റി ഇല്ലാതെ വാലിഡിറ്റി ഇല്ലാതെ എന്തെങ്കിലും ഒരു കേസ് ആരെങ്കിലും മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. കാരണം അത് കഴിഞ്ഞാണ് കോടതിയിൽ എത്തുന്നത്. പക്ഷേ ഈ 14 ദിവസം ഇദ്ദേഹം നിരപരാധിയായ ഇദ്ദേഹം 14 ദിവസം കിടക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും, സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാവുകയും ചെയ്യും. മുമ്പ് പട്ടാളക്കാരന്റെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ട്രെയിനിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ചെന്ന രീതിയിൽ വാർത്ത കണ്ടു കാണും, വലിയ രീതിയിലാണ്. പക്ഷെ അദ്ദേഹം നിരപരാധിയാന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ വാർത്ത വന്നിട്ടുമില്ല. അപ്പൊ സ്ത്രീകൾ അവരുടെ ഈ നിയമങ്ങളെല്ലാം വലിയ രീതിയിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ സർ, ഈ എന്തെങ്കിലും ഒരു നിയമം വേണ്ടേ? അപ്പോ യെസ്, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 10 പേരില് ഈ 2 പേര് ഇങ്ങനത്തെ തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ ബാക്കി 8 പേർക്ക് ഇത് ജസ്റ്റിസ് വേണ്ടേ? കേസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഐഡി പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഒരു പുരുഷന്റെ കേസ് തെളിഞ്ഞതിന് ശേഷം ഐഡി വിട്ടോട്ടെ, പ്രശ്നമില്ല. ഒരു കേസ് തെളിയുന്നതിന് മുമ്പ് എന്നെ അറസ്റ്റിലാവുന്നു, അല്ലെങ്കിൽ ഇന്ന പോലെ പ്രതി ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകൻ ഇന്ന അഡ്രസ് ഉൾപ്പെടെ ഒരു ഐഡി കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിരപരാധി എന്ന് പറയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ്. ഇവന്റെ ഈ വ്യക്തിയുടെ ഐഡി, അവന്റെ വീട്ടുകാരുടെ ഐഡി എല്ലാം വെളി വന്നു കഴിയുമ്പോഴേക്കും അയാൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കാം, ജോലിക്ക് പോകാൻ പറ്റില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീക്ക് എത്രത്തോളം ആ വ്യക്തിയുടെ ഐഡി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ പുരുഷന് കൊടുക്കാനുള്ള നിയമവ്യവസ്ഥ ഇന്ത്യയിൽ വേണ്ടേ? ഒരു കേസ് തെളിഞ്ഞതിന് ശേഷം ഒരു ഇന്ററാക്ഷൻ ഞാൻ ഇടപെട്ട് പറയാം. സത്യത്തിൽ എന്നിട്ട് ഇത്രയോ സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്, കൂടുതൽ സ്ത്രീകളല്ലേ ഉപദ്രവിക്കപ്പെടുന്നത്. എന്നിട്ട് ഈ പുരുഷന്മാർ പേടിക്കുന്നൊന്നുമില്ല. പട്ടാളക്കാരന്റെ ഒരു കാര്യം പറഞ്ഞു, പുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ല. നിങ്ങൾ തന്നെയല്ലേ മീഡിയക്കാര് അല്ലേ? നിങ്ങൾക്കത് ചെയ്യാമല്ലോ. പിന്നെ കേസ് കൊടുത്താ എന്തെങ്കിലും ഉണ്ടാണെങ്കിൽ ആ പുള്ളി ചിലപ്പോൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം. അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് മീഡിയക്കാര്, നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ഞങ്ങള് ആക്ടേഴ്സ് ആണ്, ഞങ്ങള് സിനിമ ചെയ്യുന്നവരാണ്. സിനിമ കൊണ്ട് ഈ സമൂഹത്തിന് ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. ഇത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയും അവിടെയും തൊടാതെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നമ്മുടെ ഉത്തരങ്ങളും. അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്, ഇല്ലേ? അത് ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. ഒരു സിനിമകൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണ്, സമൂഹത്തിനെതിരെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിലൂടെ ഒരു കലാരൂപത്തിലൂടെ കാണിക്കുന്നത്. അപ്പൊ ഇതും അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട സബ്ജക്ട് തന്നെ ഒരു തീർച്ചയായിട്ടും. അല്ലാതെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ സിനിമകൾ വരണം, തീർച്ചയായിട്ടും വരണം. അങ്ങനത്തെ സിനിമകൾ വന്നാൽ അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഞങ്ങള്. അതായത് ഈ സിനിമ ഒരു പ്രമേയപരമായിട്ട് മലയാള സിനിമയിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന വിശ്വസിക്കുന്ന ആളാണ്. സ്ത്രീകളുടെ സ്വകാര്യമായ ഒരു വിഷയത്തിൽ ഇത്ര ഗംഭീരമാണ് ഒരു വയലിസ്റ്റിനെ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ ഈ സൊസൈറ്റി അറിയേണ്ട രീതി നല്ല ഹ്യൂമറസ് ആയിട്ട് പ്ലേസ് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. ഇത് ഈ സമൂഹത്തിൽ എല്ലാവരും കാണുന്നതാണ്, പുരുഷന്മാരും സ്ത്രീകളും കാണുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അത് വെച്ചുകൊണ്ട് ചോദിക്കാം, ആക്ച്വലി നിങ്ങളുടെ സിനിമ എന്താണെന്ന് 4-5 സെന്റൻസിൽ പറയാൻ പറ്റും. ഇത് സ്ത്രീകളുടെ സ്വകാര്യതയെ കുറിച്ച് പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ ഇതൊരു എന്റർടൈൻമെന്റ് ആണ്, എന്താണ് ആക്ച്വലി? ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് സംസാരിക്കുന്ന സിനിമയാണ്. പക്ഷെ അതിപ്പോ അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഞാൻ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിനോട് എനിക്ക് ഓപ്പൺ ആയി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് ഫാമിലി ആയിട്ട് പോയി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും നന്നായിയാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്, അത്രയും നന്നായി എഴുതിയിട്ടുണ്ട് രാജേഷ് ഏട്ടൻ. അപ്പോൾ അത്ര അതുകൊണ്ടാണ് ഇത് ഫാമിലി ആയി പോയി കാണണം എന്ന് നമ്മൾ പറയുന്നത്.
എല്ലാവർക്കും മനസ്സിലാക്കണം. അതായത് ഒരു ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും അല്ലെങ്കിൽ ഫാമിലി ആയാലും നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളിനി എങ്ങനെ ആവാം, നമുക്ക് എങ്ങനെ ആവാം എന്നുള്ള തീരുമാനങ്ങളും തിരിച്ചറിവുകളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം മെച്ചൂർ ആണോ കേരളത്തിലെ സൊസൈറ്റി? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിന്റെയാണല്ലോ നമ്മൾ ഇത്രയും ഫാമിലി ഓഡിയൻസ് നമുക്കുള്ള സപ്പോർട്ടും നമുക്ക് ഇത്രയും നാൾ കിട്ടി. ഇപ്പം ഈ മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ഇപ്പൊ തിയേറ്റർ വിസിറ്റിനാണ് സർപ്രൈസ് ആയിട്ട് കുറച്ച് തിയേറ്ററിൽ പോയിരുന്നു. അപ്പൊ ആ പോയ സമയത്തൊക്കെ കുറെ ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ആൾക്കാരെല്ലാവരും പറഞ്ഞു ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് അവർ പറയുന്നത്. അവർ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ സിനിമ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പം ആൾക്കാർക്ക് അതിനുള്ള മെച്യൂരിറ്റി ആയിട്ടുണ്ട്, ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ട്, അത്രയും നമ്മൾ മുന്നോട്ടേക്ക് എത്തിയിട്ടുണ്ട്.